രീരിക്കുട്ടനില്ലാതെ ദ വെരി ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ആക്ച്വലി എങ്ങനെയാണ് ഈ ഹോൾ ഫാം ഞാൻ രീരിക്കുട്ടനൊന്നും ഇല്ലാണ്ട് മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. வெயிலடிச்சுக்கிட்டே மழை பெய்யுது, என்ன சீசன்னே புரியல. அக்கா பாய், போயிட்டு வந்துடுறேன் தமிழ்நாட்டுக்கு. ஃபார்மை நல்லா பார்த்துக்கோங்க, கேரளாவையே நல்லா பார்த்துக்கோங்க. ആൻറ്റി നിങ്ങൾ ഭദ്രമാ ഇരുங்க, സേഫ്റ്റി ആയിരുங்க. അപ്പോൾ ഇനി കുറച്ച് ദിവസം ആവും രീരിക്കുട്ടൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മീനിൻ്റെ കാര്യങ്ങളും കുക്കുംബറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിനി ഒറ്റയ്ക്ക് കുറച്ച് നാൾ നോക്കണം. ഡ്രസ് ചേഞ്ച്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വർക്കിനെ കംഫർട്ടബിൾ ആയിരിക്കണമല്ലോ ഡ്രസ്സ്. അതുകൊണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീൻ കൊടുക്കാനുള്ള ഫുഡ് ഡീഫ്രീസ് ചെയ്യണം. അതായത് ഫ്രീസറിലായിരിക്കും കേട്ടോ ഫുഡ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലല്ലോ വാങ്ങിച്ചിട്ട് വരാം. ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മേ, നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പോൾ ചെമ്മീനും മീനൊക്കെ നമ്മൾ ആദ്യം ഡീഫ്രീസ് ചെയ്യണം. എടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ഇവിടെ എനിക്ക് കൂട്ടാരും ഇല്ലാന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ജയനങ്ങൾ എത്തിരിക്കുക കേട്ടോ. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വന്നിട്ടുണ്ടേ. അങ്ങളെ മീൻ ഫുഡ് ഇട്ടു. ആ ഇട്ട് പാവ ഓടി വന്നതാട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നോട്ട് ഈരിക്കുട്ടനില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പ അങ്ങനെ ഒരു കണക്കിന് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫാമിലെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഫാമിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബുക്കും പേനായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. കാര്യമുണ്ട് കേട്ടോ, ഒരു നല്ല കാര്യമാണ്. ഞാനൊരു സൈഡിൽ നമ്മളുടെ പ്രൊഫഷനും നമ്മുടെ അഗ്രികൾച്ചറും ബിസിനസ്സും ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ഞാൻ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഏടാ ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രീരിക്കുട്ടൻ ഇത്രയും ഭംഗിയിൽ ഈ ഫാം ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അവന്റെ ആ ഒരു വളർച്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും സെറ്റപ്പ് ആക്കിയിട്ട് അവൻ ഇത്രയും നല്ല രീതിയിൽ ഫാം കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മൾക്ക് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും ആർക്കെങ്കിലും പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അറിവ് അതൊന്നും അറിവൊന്നും അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് പകർന്നു കൊടുത്തിട്ട് അവരടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര. അങ്ങനെ ഒരു സന്തോഷം കൂടുതലും കിട്ടാറുള്ളത് ടീച്ചേഴ്സിനായിരിക്കും അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ടീച്ചിങ് പ്രൊഫഷന്റെ ഒരു കോഴ്സ് പഠിച്ചേക്കാന്ന്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു കോഴ്സാണ് കേട്ടോ ഇന്റർവെലിന്റെ ECPC, ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ്. ആക്ച്വലി ഇതൊരു ഓൺലൈൻ മോണ്ടിസറി ഡിപ്ലോമ കോഴ്സാണ്. അപ്പം ടൈം കുറവുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ. അതായത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ നമ്മൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ECPC മാത്രമല്ല കേട്ടോ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, അതുപോലെ തന്നെ KG തൊട്ട് 12th വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, വെറൈറ്റി ഓഫ് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ട്യൂട്ടേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ ഈ കോഴ്സ് എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിനും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ചൈൽഡ് സൈക്കോളജിയും ഇതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നതുകൊണ്ട് പിള്ളേരോട് വളരെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് കൂടാണ്ട് വേറെ കുറേ കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എടുത്തിട്ട് അതനുസരിച്ചിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്ര ഈസി ആയിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ. ഇതൊരു 1 year ഡിപ്ലോമ കോഴ്സാണ്. ഇതിൽ അവർ 6 months ക്ലാസ്സും പിന്നെ 6 months ഇന്റേൺഷിപ്പ് വിത്ത് പ്രൊഫഷണൽ ട്രെയിനിങ്ങും പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല 100% പ്ലേസ്മെന്റും അവർ അഷ്വർ ചെയ്യുന്നുണ്ട്. അടിപൊളിയല്ലേ. കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ DM-ലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലാണെങ്കിലും ഞാൻ കാണാറുണ്ട് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ, ഒരു സജഷൻ പറയുമെന്നൊക്കെ. ആ വഴി തന്നെ നമ്മൾക്ക് ഏൺ ചെയ്യാനും പറ്റണം, അത് തന്നെ നമുക്ക് ഒരു സ്ട്രെസ് റിലീഫും ആയിരിക്കണം. എന്തെങ്കിലും ഒരു സജഷൻ പറയുമെന്ന് ചോദിക്കാറുണ്ട്. ഇതാണെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഈ പിള്ളേരോട് വർത്താനം പറയും, അവരുടെ കളിയും ചിരിയും കാണുകയും അവരോട് വർത്താനം പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും, കാര്യങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ. അത് തന്നെ ഒരു ഭയങ്കര ഒരു റിലീഫ് അല്ലേ മൈൻഡിന് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാനും പറ്റും. ഞാൻ ഈ ഇന്റർവെലിന്റെ ECPCയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നേരെ അങ്ങനെ ഇരുട്ടി തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ഭയങ്കര മഴ.
അപ്പം രീരിക്കുട്ടനില്ലാത്ത സെക്കൻഡ് ഡേ ആണ്. അപ്പം ഞങ്ങൾ ഫാമിലിക്ക് വന്നപ്പോഴത്തേനും നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളക്കെട്ടുണ്ട് അവിടെ 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 പൊട്ടിച്ചു വിടുന്നത്. അതിനെല്ലാം പൊട്ടിച്ചു വിടണം. അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിന്ന് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് തൂക്കി നോക്കാം. അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടടി രീതിക്കുട്ടനെ. ഭയങ്കരമായിട്ട് കുഞ്ഞിക്കരിമീനുകൾ. നോക്കിയേ, അങ്കിളിൻ്റെ നമ്മുടെ ജയനങ്ങളുടെ കുക്കുമ്പർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇന്ന് കടയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ഇനിയിപ്പോൾ ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പെട്ട് മക്കൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട, ഇന്ന് വീട്ടിലേക്ക് പോരെ, നല്ല അടിപൊളി സദ്യ. അങ്ങനെ ഒരു അടിപൊളി സദ്യ കഴിച്ച് അവിടെ നിന്ന് മടങ്ങി. ഫാമിലെത്തിട്ടോ, അമ്മ ആ പണിയെടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരികെത്തിക്കാം, തുടങ്ങാം. തമ്പുരാനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് തുടങ്ങാത്. അപ്പൊ തുടങ്ങാട്ടോ. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴ പെയ്തേക്കണോണ്ട് ഭാഗ്യമായി, നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലോണം വെള്ളം നന്നായിട്ട് നനച്ച് ചെന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ വാട്ടറിങ് ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം. മിസ് യു രീരിക്കുട്ടാ. അവനുള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നു. എന്നിട്ട് അവനാണ് ഈ വെയിറ്റൊക്കെ തൂക്കി എൻ്റെ കൂടെ നടക്കണം. ഞാനിങ്ങനെ പൊട്ടിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. പാവം കേട്ടോ, അവനെ സമ്മതിക്കണം. ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഇത്രയും നാളാവും വർക്ക് ചെയ്തു. ഇനിയും വരൂ കേട്ടോ, വരാണ്ടെന്ന് ഇരിക്കത്തില്ല. വരുന്നില്ല ഞാൻ അവിടെ ചെന്ന് തൂക്കി എടുത്തിട്ട് വരുന്നില്ലേ. തുടങ്ങാം. ഉണ്ടായിട്ടുണ്ട്. അയ്യോ, കത്തിയെടുത്തില്ല. അപ്പോൾ ദാ ഇത്രയും ഹാർവെസ്റ്റ് നമ്മൾ എടുത്തിട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഹാർവെസ്റ്റിംഗ് എടുത്തു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും ഹാർവെസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. രാവിലെ വന്ന് നമുക്ക് എക്സസൈസിന് പകരം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 57ാമത്തെ വയസ്സിൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റണം. ഭയങ്കര അഭിമാനം എനിക്ക് എന്നോട് തന്നെ ഭയങ്കര മതിപ്പാണ്, ഭയങ്കര ബഹുമാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷുഗറിൻ്റെതായിട്ടുള്ള എല്ലാ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഫാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു വേദനയില്ല, ഒന്നുമില്ല. എല്ലാം ഓടി നടന്ന് പണിയെടുക്കും. പിന്നെ വീട്ടിൽ ചെന്ന് കിടക്കാൻ നേരത്തെ തന്നെ അയ്യോ വേദന എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഓർഡേഴ്സ് അനുസരിച്ച് നമുക്ക് പിരിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് നമ്മുടെ കുക്കുംബേഴ്സൊക്കെ എടുത്തിട്ട് പോകാൻ സമയമായി. അപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ചാക്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇത്രയും നമ്മൾ തുടച്ച് എടുത്ത് വെക്കാനുണ്ട്. എന്താ പായലൊക്കെ തങ്ങി നിൽക്കുന്നത് കൂടിൻ്റെ അകത്തേക്ക് വരാണ്ട് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, ഇത് ഒഴുകി വരുന്നുണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒഴുകി വന്ന് നേരെ രണ്ട് സൈഡിലും ഇതുപോലെ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുവാണേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മരങ്ങളാട്ടോ ഇതൊക്കെ. മുള, ഇതൊക്കെ എന്തൊക്കെയോ മര. ഇതാ പോണ പായലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വിട്ട പായലാട്ടോ. ഇതാ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്, ഇത്രയും പോർഷൻ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പത്തേനും നല്ല മഴ. അമ്മേ പനമരം ചേട്ടൻ വെള്ളത്തിലിറങ്ങി.
ഇത്രയും വലിയ മരമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അയ്യോ, എന്താ ഇവിടെ ബ്ലോക്കാ? പാലത്തിൻ്റെ മുകളിൽ ബ്ലോക്ക് കേട്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേനും ഉണ്ടല്ലോ, ഇന്നലെ രാത്രി നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. മഴ മാത്രമല്ല നല്ല കാറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊരു 3 കുറ്റി ലൈറ്റായിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു. എൻ്റെ ചങ്ക് തകർന്നു പോയി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അത് വലിച്ചു പിടിച്ച് നമ്മൾ ഏതിലെങ്കിലും കെട്ടിവെക്കണം. ആ ഒരു പണി ഇന്ന് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്ഥിരം ഹാർവെസ്റ്റ് എടുക്കാം. എന്ത് കാര്യം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തരുകയും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ വേണം എല്ലാ കാര്യത്തിനും. എന്ത് കാര്യം നമ്മൾ ചെയ്താലും, അത് ഇത് മാത്രമല്ല, എന്ത് കാര്യം ചെയ്താലും നമ്മൾ അതിനോട് എപ്പോഴും ഒരു ശ്രദ്ധയും കരുതലും വേണം. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, കാറ്റിനെ ഇനി ഒരു കാറ്റ് വീശിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റി നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മളുടെ കുക്കുംബറിൻ്റെ ചെടികളൊക്കെ നിലത്തേക്ക് വീണു പോകും. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ വരുത്തരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറ്റി വലിച്ചു പിടിച്ച് എവിടെയെങ്കിലും കെട്ടി വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഹാർവെസ്റ്റ് ഇന്നലത്തെ പോലെ തന്നെ വളരെ ഭംഗിയിൽ കഴിഞ്ഞു. അവിടെ പണിയെടുക്കുന്നുണ്ടോ 3 ചേച്ചിമാർ? അത് അടുത്ത സെറ്റ് ഓഫ് കുക്കുംബറോ, നമ്മുടെ ഓണം വരികയല്ലേ, അപ്പോൾ അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറി ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ നടുന്നത്. അത് ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത സെറ്റിനുള്ള പണി അങ്ങനെ തുടങ്ങി. ഹായ് പറ, ഹാപ്പി അല്ലേ? അങ്ങനെ ഡീപ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ചെമ്മീനാട്ടോ കംപ്ലീറ്റ്. കണ്ടോ, അങ്കിളിതാ അടുത്തത് പിടിച്ച് കെട്ടാൻ പോവാണ് കേട്ടോ. ഇത് കുറച്ച് ചാഞ്ഞു പോയിട്ടുണ്ട്. ഇത് വലിച്ചു പിടിച്ച് കെട്ടിക്കഴിഞ്ഞു ഓൾറെഡി. സോ ഇനി തൂക്കി നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ സമയമായി കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദി ഓടണ്. പിന്നെ എന്നെ എല്ലാം പഠിപ്പിച്ചെന്ന ഞങ്ങളാ. അതിന് പോലും സഹിച്ചില്ല. കിളി കിടന്ന് കീറാണ്, ആമ്പടാന്ന്. താങ്ക് യു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും സമയം ഇപ്പോൾ 2 മണി കേട്ടോ. 6:30 മണിക്ക് ഇറങ്ങിയതാട്ടോ ഇവിടെ നിന്ന്. ഓക്കെ, എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതെ, എത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ, വാക്കുകളൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. എൻ്റെ പൊന്നെ, എൻ്റെ രീതിക്കൂട്ടിന് ഇതൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെയാണാവോ ചെയ്തത്, പാവോ കേട്ടോ. ശരി, അപ്പോൾ നമുക്കെന്തെങ്കിലും കഴിക്കാം. ഡേ 5. അപ്പോൾ ഇന്നലെ വാനം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ചേച്ചിമാർ. അത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും മാനം എടുത്തിട്ടുണ്ട്. സൈഡ്, ആ സൈഡ്, അങ്ങോട്ട് കുറച്ച് ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഓവർകോട്ടൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹാർവെസ്റ്റാണ് ഇത്രയും കിട്ടി കേട്ടോ. ഞാനത് നനഞ്ഞു കുളിച്ച് മഴയത്തും ഇതൊക്കെ ആയിട്ട്. പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പണിയിലേക്ക് കിടക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 5 days. അപ്പോൾ ഓക്കെ, ബൈ.